ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളൊന്നും നൽകാതെ കേരളം കടം കയറി കൂപ്പുകുത്തുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് 2,40,00,000 രൂപ അനുവദിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ട്രോളുകൾ നിറയുകയാണ്. പാവപ്പെട്ടവന് ഇവിടെ ശമ്പളവും ക്ഷേമ പെൻഷൻ മുടങ്ങിയാലും വേണ്ടില്ല, എനിക്ക് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യണം, പാവപ്പെട്ടവരുടെ സർക്കാരാണോ ഇത് പറയുന്നു എന്ന ട്രോളുകൾ അടക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. ട്രോളുകൾ ഇങ്ങനെയാണ്: അപ്പോഴും പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നില്ല, പാവങ്ങൾ എങ്ങനെ ജീവിച്ചാൽ ഇവർക്കൊക്കെ ഒന്നുമില്ല, പാവങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങി സുഖിക്കുന്ന വർഗം, എന്നിട്ട് പറയുന്നതോ പാവങ്ങളുടെ പാർട്ടിയെന്നും. നിലവിൽ സോഷ്യൽ മീഡിയ നിറയെ മുഖ്യനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. മാത്രമല്ല, ഹെലികോപ്റ്ററിന് കോടികളുടെ വാടക കൊടുക്കുമ്പോൾ ഇവർ ചോദിക്കുന്നത് ഇത് ഏത് ബിനാമി പേരുള്ള ഹെലികോപ്റ്റർ എന്നാണ്. വാടക ആർക്കാണ് നൽകുന്നത്? ജനങ്ങളെ കൊള്ളയടിക്കാൻ ഓരോരോ വഴികളെന്നാണ് ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഈ ഇലക്ഷനോടുകൂടെ ജനങ്ങൾ നൽകിയ മറുപടി കിട്ടിയിട്ടും പഠിച്ചിട്ടില്ല എന്നും കമന്റുകൾ വരുന്നു. കൂടാതെ ജനം ചോദിക്കുന്ന മറ്റൊരു വിഷയം ഇതാണ്: ഓടിക്കാത്ത ഹെലികോപ്റ്ററിന് വാടക കൊടുക്കുന്ന ഭരണാധികാരികളെ നിങ്ങൾ പാവപ്പെട്ടവന്റെ വിയർപ്പൂറ്റിയാണ് തോന്നിവാസം കാണിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബക്കാർക്കും ഊരിച്ചുറ്റാൻ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, റോഡ് മാർഗം കൂടി ഉപേക്ഷിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് റോഡിൽ കൂടി സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാമെന്നും ഇവർ പറയുകയാണ്. അതുമാത്രമല്ല, മാവേലി സ്റ്റോറുകൾ കാലി, പട്ടിണിപ്പാവങ്ങൾക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ മരുന്ന് ലഭിക്കുന്നില്ല, ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു, കനത്ത പരാജയത്തിലും പാഠം പഠിക്കുന്നില്ലല്ലോ മുഖ്യമന്ത്രി എന്നും കമന്റുകൾ വരികയാണ്. ഇനി ശ്വസിക്കുന്ന വായുവിന് നികുതി ഏർപ്പെടുത്തി ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കാരണഭൂതനും കുടുംബവും വിദേശ രാജ്യങ്ങളെ ചുറ്റി കറങ്ങ് എന്നും കമന്റുകൾ വരുന്നു. കേരളം കാത്തിരുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം നയിക്കുന്ന മന്ത്രിസഭയുടെ ഏറ്റവും മഹത്തായ വികസന പ്രവർത്തനം, ഇവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരാണ് പ്രഭോ എന്നതടക്കമാണ് സോഷ്യൽ മീഡിയയിൽ മുഖ്യനെതിരെ ഇറങ്ങുന്ന കമന്റുകൾ. ഇനി പേടിക്കേണ്ട, ഇപ്പോൾ കേരളം ആക്കിയിട്ടുണ്ട് എന്നും നിലവിൽ കമന്റുകൾ എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണ് കമന്റുകളൊക്കെ പോകുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 3 മാസത്തെ വാടകയാണ് 2,40,00,000 രൂപ. ഈ തുകയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ധനവകുപ്പിന്റെ നീക്കമാണ് ഇപ്പോൾ ഈ ഒരു തുക അനുവദിക്കാൻ കാരണം. ഈ മാസം 22-നാണ് പണം അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായിട്ട് തന്നെയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നതും. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബാണ് ഹെലികോപ്റ്ററിന്റെ വാടക ആവശ്യപ്പെട്ടുകൊണ്ട് മെയ് 6-ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. തുടർന്ന് അടിയന്തരമായി പണം അനുവദിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ 1 മാസത്തെ വാടക എന്നത് 80 ലക്ഷം രൂപയാണ്. സംസ്ഥാനത്തിന്റെ എന്താവശ്യത്തിനും ഹെലികോപ്റ്ററും എയർലിഫ്റ്റിംഗും വിദഗ്ധരെയും സേനാംഗങ്ങളെയും വിട്ടു നൽകാൻ സൈന്യം സജ്ജമായിട്ട് പോലും പിണറായിക്ക് സ്വകാര്യ കമ്പനിയുടെ വർഷം 10 കോടിയോളം രൂപ വാടക നൽകുന്ന ഹെലികോപ്റ്റർ മതിയെന്നാണ് പറഞ്ഞത്. തുടർന്നാണ് ഡൽഹി ആസ്ഥാനമായ ചിപ്സൺ ഏവിയേഷനിൽ നിന്ന് 80 ലക്ഷം രൂപ മാസ വാടകയ്ക്ക് ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതും. ഈ തുകയ്ക്ക് 20 മണിക്കൂറാണ് പറക്കാൻ അനുവദിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ മണിക്കൂർ കണക്കിൽ അധിക തുക നൽകണമെന്നാണ് കമ്പനി പറയുന്നതും. മാവോയിസ്റ്റ് നിരീക്ഷണം, പ്രളയം പോലുള്ള ദുരന്ത ഘട്ടങ്ങളിലെ ഉപയോഗം തുടങ്ങിയവ അടിയന്തര ആവശ്യമായി ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതും. 3 വർഷത്തേക്കാണ് വാടകയ്ക്ക് എടുക്കുന്നതെങ്കിലും 2 വർഷത്തേക്ക് കൂടി അത് നീട്ടുമെന്നാണ് വിവരങ്ങൾ. ദുരന്ത നിവാരണത്തിനോ അല്ലെങ്കിൽ രക്ഷാദൌത്യത്തിനോ ഇത്തരം കോപ്റ്ററുകൾ ഉപയോഗിക്കാനാവില്ലെന്നും ഇത് VIP-കൾക്കും പോലീസ് ഉന്നതർക്കും ഉലകം ചുറ്റാൻ എന്നതുമാണ് ജനങ്ങൾ പരിഹസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.